മണ്ഡലത്തിൽ ടീച്ചറിന് ഞാൻ അനുകൂലമായ 2 ഘടകങ്ങൾ പറഞ്ഞു. എതിരായി നിൽക്കാൻ സാധ്യതയുള്ള 2 ഘടകങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഒന്ന് TP വധമാണ്. ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഘട്ടത്തിൽ പോലും TPയുമായി ബന്ധപ്പെട്ട വാർത്ത ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ വികാരം ഇപ്പോഴും ശക്തമാണ് അവിടെ. അപ്പോൾ അതിൽ ടീച്ചർ അഭിമുഖീകരിക്കാൻ പോകുന്ന സമയത്ത് അതൊരു വൈകാരികമായ വിഷയമായി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ടീച്ചർ എന്തും മറുപടിയാണ്? ഇത്തരം അനിഷ്ട സംഭവങ്ങൾ കേരളത്തിൽ പലയിടത്തായി ഉണ്ടായിട്ടുണ്ട്. എല്ലാ വിഭാഗങ്ങളിലും വേദനാജനകമായിട്ടുള്ള ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനും പറയാനും ഉണ്ടെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. എന്നാൽ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു നിയമസഭയിലേക്കുള്ള പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയം മാത്രം ജനം ചർച്ചാ വിഷയമാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സങ്കടകരമായിട്ടുള്ള വിഷയങ്ങളാണ് അത് മാത്രമല്ല. ഞാനിപ്പോൾ ഒരു ഞാൻ പറയട്ടെ, ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ഞാനിങ്ങനെ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു പകരത്തിന് പകരം പറയും പോലെ തോന്നും. അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ നോക്കൂ, അസംബ്ലി ഇലക്ഷന് കഴിഞ്ഞ തവണ ഈ വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന അസംബ്ലി മണ്ഡലങ്ങളിൽ ഒന്നൊഴികെ ബാക്കിയെല്ലാം ഇടതുപക്ഷത്തിനെ വോട്ട് ചെയ്തില്ലേ ജനം? അങ്ങനെയാണെങ്കിൽ ജനം അങ്ങനെ വോട്ട് ചെയ്യൂ. അപ്പോൾ ജനങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നത് നിർഭാഗ്യകരമായ ഒരു സംഭവമാണ്, സങ്കടകരമായ ഒരു കാര്യമാണ്. രമേ അതിനുശേഷം ടീച്ചർ നേരിട്ട് ഇപ്പം സഭയിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ സംസാരിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും എനിക്ക് രമയോട് പേഴ്സണലായിട്ട് എന്താ വെറുപ്പുള്ളത്? ഒരു വെറുപ്പും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് രമയോട് സംസാരിക്കുന്നതിന് യാതൊരു മനസാക്ഷി കുത്തുണ്ടാവേണ്ട കാര്യവുമില്ല. ഞാൻ രമയോട് സംസാരിച്ചിട്ടുണ്ട്, രമ എന്നോട് സംസാരിക്കാറുണ്ട്. പക്ഷേ ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ ഒരു പ്രചരണ ആയുധമാക്കണമെന്ന് ചോദിച്ചാൽ അതല്ല രാജ്യത്തിന്റെ വിഷയം. രമ അടക്കമുള്ളവർ ഈ പാർട്ടിയിൽ തന്നെ നിന്നിരുന്നുവെങ്കിൽ അത് മെച്ചമുണ്ടാകുമെന്ന് തോന്നുന്നില്ലേ? അത് രമ തീരുമാനിക്കേണ്ട വിഷയമാണ്. രമയ്ക്ക് എപ്പോഴും തിരിച്ചു വരാനുള്ള ഒരു വേദി ഉണ്ട് ഇപ്പോഴും പാർട്ടി. ഞങ്ങൾ പറഞ്ഞ രമ തിരിച്ചു വരുമോ? അവരൊരു വൈകാരികമായ തലത്തിൽ നിൽക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ഇങ്ങോട്ട് വരണം എന്ന് പറയാൻ മാത്രം അങ്ങനെ അവരോട് പറയാവോ? അപ്പോൾ അത് ഉണ്ട്, അത് നല്ലത്. എന്നാൽ ഇത് ഒരു നാടിൻ്റെ ജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന വികസനം, അതുപോലെ തന്നെ മതേതരത്വം സംരക്ഷിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയെല്ലാമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ജനങ്ങൾ അത് ചർച്ചയ്ക്കെടുക്കും. അതായത് നാടിൻ്റെ ഇന്നത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യും, വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഒരു കാര്യം കൂടി, ഇനിയിപ്പോ പ്രതിരോധത്തിലാക്കുന്ന ചോദ്യമാണ് സാമ്പത്തിക പ്രതിസന്ധി. 7 മാസം അതിപ്പോൾ കേന്ദ്രമാണ് നമുക്ക് തരാത്തത് എന്നുള്ളത് വോട്ടർമാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നതാണ് ഇടതുപക്ഷത്തിന്റെ ലൈൻ. പക്ഷേ ശമ്പളം മുടങ്ങുന്ന അവസ്ഥ ഉണ്ടാവുന്നു. അത് സാങ്കേതികമായിട്ടുള്ള പ്രശ്നമാണെന്ന് പറയുമ്പോഴും ആളുകളിൽ ചെറിയൊരു പരിഭ്രാന്തിയുണ്ട്. ഒരു സാമ്പത്തികമായി നമ്മൾക്കിപ്പോൾ ഒരു ആരോഗ്യമില്ലാത്തൊരവസ്ഥ സംസ്ഥാനത്തിനുണ്ട്. സാമ്പത്തികമായിട്ട് ഈ അടുപ്പിൽ പൂച്ച വെറ്റ് കിടക്കുന്നു എന്നെല്ലാം പറയുന്നത് അതിശയോക്തിയാണ്. കേരളത്തിലെ ഗവൺമെൻറ് ഈ കഴിഞ്ഞ 2ാം പിണറായി സർക്കാർ വന്നിട്ടുള്ള 2.5 വർഷക്കാലം കഴിഞ്ഞു, ഒരു വികസന പ്രവർത്തനവും നിർത്തിവെച്ചിട്ടില്ല. ഇപ്പോൾ വന്നിട്ടുള്ള ഈ പെൻഷൻ പ്രതിസന്ധി അത് പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയതാണ്. കാരണം നമുക്ക് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വിഹിതങ്ങൾ, നമ്മളെല്ലാം എങ്ങനെയാണ് ഭരണം കൈകാര്യം ചെയ്തു പോകുന്നത്, സംസ്ഥാനങ്ങളും കേന്ദ്രം തന്നെ എങ്ങനെയാണ് പറഞ്ഞ ഒരുപാട് അതിൻ്റെ ഞാൻ പറയട്ടെ ഡോക്ടർ, ഒരു രാജ്യം അതിൻ്റെ വരുമാന മാർഗം മുഴുവൻ ശരിയാവണ്ണം സ്വീകരിച്ച്, റവന്യൂ ശരിയാവണ്ണം വീതിച്ച് നല്ല പീപ്പിൾസ് പ്ലാനിങ് ഉണ്ടാക്കി ചെയ്യുകയാണെങ്കിൽ ഈ കേന്ദ്ര ഗവൺമെൻറ് ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ഈ രാജ്യത്തിൻ്റെ ട്രഷറിയിലേക്ക് വരുമാനം വരേണ്ടുന്ന മാർഗങ്ങൾ പോലും മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളിലേക്ക് ഒഴുക്കി വിടുക. ഏറ്റവും നല്ല ഉദാഹരണമാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. ഒരു കാരണവശാലും അതിൻ്റെ ഷെയർ മറ്റൊരു കോർപ്പറേറ്റിന് കൊടുക്കാവോ? അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഞാനത് ഇപ്പം പറയുന്നില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് പെൻഷൻ കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയും. അല്ല, അത് കഴിയും. അതിന് മുമ്പ് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് എന്നിട്ട് ലോൺ എടുക്കുകയാണ്. ഈ രാജ്യത്തിന്റെ പണം മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ലോൺ, നിങ്ങളറിയോ ഈ 5 ലക്ഷം കോടിയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ കടം. അപ്പോൾ അങ്ങനെ കടമെടുക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളെ കടമെടുക്കാൻ പ്രേരിപ്പിക്കുക. ഞങ്ങൾക്ക് കടമെടുക്കണം എന്നൊരു നിർബന്ധമില്ല. അതെ, ഞങ്ങൾക്ക് കടമെടുക്കണം എന്നൊരു നിർബന്ധമില്ല കേരള സംസ്ഥാനത്തിന്. പക്ഷേ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ജനങ്ങൾക്ക് റോഡ് ഉണ്ടാക്കി കൊടുക്കണം, ജനങ്ങൾക്ക് ആശുപത്രി ഉണ്ടാക്കി കൊടുക്കണം, ഞങ്ങൾക്ക് സ്കൂൾ ഉണ്ടാക്കി കൊടുക്കണം, പൊതുജനങ്ങൾക്ക് സാധാരണക്കാർക്ക്. അതിന് കേന്ദ്ര ഗവൺമെന്റ് തരാനുള്ള പദ്ധതി, ടാക്സ് ഷെയർ 70% ഇങ്ങോട്ട് തരട്ടെ. ഞങ്ങൾ കടമെടുക്കുന്നില്ല, 70% തരാമല്ലോ. രാജ്യരക്ഷ പോലെയുള്ള മറ്റു കാര്യങ്ങളല്ലേ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടത്. ആ കേന്ദ്ര ഗവൺമെന്റിന് 30% പിടിച്ചു വെച്ചാൽ തന്നെ അവർക്ക് മതിയായത്രയുണ്ട്. 70% തന്നാൽ ഞങ്ങൾ കടമെടുക്കുന്നില്ല. നിങ്ങൾ തരാത്തത് കൊണ്ടാണ് ഞങ്ങൾ കടം മേടിക്കുന്നത്. കടം മേടിക്കുമ്പോൾ 2 നയം പറയാൻ പാടില്ല. ജൽജീവൻ മിഷന് വേണ്ടിയിട്ട് വലിയ കടം എടുത്തിട്ട് ആ കടം പൊതുകടത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നില്ലല്ലോ കേന്ദ്രം. നമ്മളതോ, നമ്മൾ കിഫ്ബിയിൽ നിന്ന് ലോൺ എടുത്തപ്പോൾ അത്
പൊതുകടത്തിന്റെ കൂട്ടത്തിൽ പെടുത്തിയിട്ട് ലോൺ എടുക്കാൻ വിടാതിരിക്കുകയാണ്. അപ്പൊ ഇത് ജനങ്ങൾ മനസ്സിലാക്കണമെന്നുള്ള. പക്ഷേ ഞങ്ങൾക്ക് ചെയ്തേ മതിയാവും. കാരണം ഈ പെൻഷൻ എല്ലാം കൊണ്ടുവന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. പെൻഷൻ വർദ്ധിപ്പിച്ചതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. 1600 രൂപ കൊടുക്കുമ്പോൾ പ്രത്യുൽപാദനപരമല്ലാത്ത ഒരു തുക കൊടുക്കരുതെന്ന് പറഞ്ഞ നേതാക്കന്മാരുണ്ടായിട്ടില്ലേ? കേട്ടില്ലേ? ഞങ്ങളത് കേട്ടിട്ടില്ല. ആ പെൻഷൻ കൊണ്ടാണ് കേരളത്തിലെ പല കുടുംബങ്ങളും കണ്ണീരില്ലാതെ ജീവിക്കുന്നത്. അത് ഞങ്ങൾ കൊടുക്കും, എന്ത് ബുദ്ധിമുട്ടിയായാലും കൊടുക്കും. ഒരു ചോദ്യം കൂടി ചോദിച്ചു.